ഞാനൊന്ന് പറയട്ടെ. എണീക്ക്. മേക്കപ്പ് ഇട്ട് കിടന്നുറങ്ങുന്നേ. ചാനലിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കും. അതുകൊണ്ട് നേരത്തെ മേക്കപ്പ് ഇട്ട് അങ്ങ് ഇരുന്നേ ഉള്ളൂ. അങ്ങനെ അങ്ങ് ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ കർണാടക തീരുമാനമായോ? കർണാടക തീരുമാനമായില്ല. കർണാടകയിൽ താമര വിരിയാൻ കുറച്ചുകൂടി കാത്തിരിക്കുന്നു. കാത്തിരിപ്പ് നമുക്ക് വിഷയമില്ലല്ലോ. നമുക്ക് എത്ര കാലം വേണേലും കാത്തിരിക്കാം. അതൊരു നമുക്കൊരു വിഷയമല്ല. പക്ഷെ നമ്മൾ കർണാടകയിൽ താമര വിരിയിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. വിരിക്കും, അതെന്തായാലും വിരിക്കും. പക്ഷേ എന്നാലും ഈ നീക്കം എവിടെയാണ് പാളിയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഈ DK ഇപ്പുറത്തെത്തിക്കാൻ വേണ്ടി നമ്മൾ റിസോർട്ടിൽ റൂം വരെ എടുത്തതാണ്. പക്ഷേ ആ റൂമിന് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഗൂഗിൾ പേ എടുത്തപ്പം നെറ്റ് എവിടെയോ സ്ലോ ആയി. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഡിജിറ്റൽ ഇന്ത്യ ആയി പോയില്ലേ? വല്ലാത്തൊരു രാഷ്ട്രീയ നിരീക്ഷണം തന്നെ. ചുമ്മാതാണോടാ ഞാൻ ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകനായി ഷൈൻ ചെയ്യുന്നത്. ശരിയാ. നീയും ഒന്ന് ഇട്ട് വെച്ചോ ഇച്ചിരി മേക്കപ്പ്. അപ്പം ഞാൻ ചാനൽ ചേർക്കും കൊണ്ടുവരും. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ അതിന് പ്രത്യേകമായ ചില മാനേഴ്സും ഉണ്ട്, യുനോ. അതായത് ചിലപ്പോൾ നിനക്ക് ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഒരു തടസ്സമൊക്കെ തോന്നിയേക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ന്യായീകരണം പറയുമ്പോൾ നിനക്ക് കൃത്യമായ ഒരു ന്യായീകരണം മുമ്പോട്ട് വെക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ അതിന് ചില ടെക്നിക്കുകളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഉത്തരം മുട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അപ്പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കടിച്ചാൽ പൊട്ടാത്ത മലയാള നിഘണ്ടുവിലെ വാക്കുകൾ എടുത്തങ്ങോട്ട്. ഈ ആഗോളതാപനം അതൊക്കെ ഒരു വളരെ ചെറിയ ഒരു സംഭവം മാത്രമാണ്. അങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്. അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഉത്തരം മുട്ടിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ വെറുതെ ഇളിച്ചുകൊണ്ടിരിക്കുക. ഈ ഇളി ഇങ്ങനെ കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ആദ്യ ഘട്ടം. പിന്നെ തന്നെ നമ്മൾ സ്വയം ന്യായീകരണങ്ങൾ ഉണ്ടാക്കി വരും. അപ്പോൾ അതല്ലാതെ തന്നെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നീ എന്നെ എന്ന് വിളിച്ചു, വിഷയമില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ, അതായത് ജനങ്ങളുടെ മുന്നിലും ചാനലുകൾക്ക് മുന്നിലും ഞാൻ ഒരു BJPയുടെ മെമ്പർ അല്ല. മനസ്സിലായോ? അപ്പോൾ ഇത് വേറൊരു പരിപാടിയാണ്. അതായത് ഞാൻ BJPയെ അനുഭാവമുള്ള ഒരു പ്രവർത്തകൻ മാത്രം, അതിനോട് അനുഭവമുള്ള ഒരാൾ. അതുകൊണ്ട് എന്നെ രാഷ്ട്രീയ നിരീക്ഷകനെ വിളിക്കാം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് BJPക്കെതിരെ എപ്പോൾ വേണമെങ്കിലും പറയാം. പക്ഷേ നമുക്ക് BJPയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. നമുക്ക് രണ്ട് തോണിയിൽ കാലിൽ നിൽക്കാം. ഏത്? അതെന്തിനാ? അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളിലും BJPക്ക് ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളുണ്ട്. അതിൽ നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് നിൽക്കാം. ഏത്? നമ്മുടെ ജീവിതം സേഫാക്കുക. പക്ഷെ നമുക്ക് പാർട്ടി വേണം. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ വേണ്ടത്, ഇന്നത്തെ ചർച്ച എന്താകുമെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട് ഫൈസ്. എന്ത് വ്യത്യാസം? ചിലപ്പോൾ ഉത്തരം മുട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ, പ്രകടന പത്രിക വന്നു കേട്ടോ BJPയുടെ. നോക്കട്ടെ, എന്താണ് ഇനിയും വല്ല നോട്ട് നിരോധനം? അങ്ങനെ 2036 ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത്. 2036 ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത്. ഇപ്പോഴെനിക്കൊന്ന് സമാധാനമായത്. എന്തേ? വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒന്ന് ന്യായീകരിക്കാനുണ്ടല്ലോ. നോക്കട്ടെ. അല്ല, ഈ 15,000 രൂപ വെച്ച് ആർക്കെങ്കിലും കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിപ്പോ ഒന്നും കാണാനൊന്നുമില്ല. നിനക്ക് ചർച്ചയ്ക്കാവുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം. ഇന്നിപ്പോ ഞാനാ പോകുന്നത്. അപ്പോ 2036 ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് നടത്തുമെന്നാണ് ഈ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാ ഫൈസി. ഇത്തരത്തിലുള്ള കുറെ ന്യായീകരണം അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ പരിപാടി ചെയ്യാം. അതായത് 45 ദിവസത്തിനകം തിരുവനന്തപുരം നഗരസഭയുടെ സമഗ്ര വികസനത്തിനായി തയ്യാറാക്കുന്ന രൂപരേഖ പ്രസിദ്ധീകരിക്കുമെന്ന് വേറൊരു വാഗ്ദാനമുണ്ട്. കൊള്ളാം കേട്ടോ. തിരുവനന്തപുരം മാത്രമല്ല, അപ്പോൾ ബാക്കി കേരളത്തിലോ? ബാക്കി കേരളത്തിൽ വരും. ആദ്യം നമുക്ക് തലസ്ഥാനം പിടിക്കാം. 2030 ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റുമെന്ന്. അവിടുത്തെ MP രവി ശിരൂരല്ലേ? അട്ടെ, അതായത് രവി ശിരൂർ അണ്ണ ഉള്ളതാണോ? He is coming with his sesquipedalian eloquence. എന്നുവെച്ചാ അതിൻ്റെ അർത്ഥം നമുക്ക് ശിരൂരിനോട് തന്നെ ചോദിക്കാം. വികസിത കേരളം. അടിപൊളി. ഇനി ഞാനൊന്ന് പറയട്ടെ.